Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Okay, Krishna. Good afternoon. ഊണൊക്കെ കഴിച്ച എല്ലാവരും? അത് കഴിക്കാൻ പോണേ ഉള്ളൂ. കഴിച്ച്. കൃഷ്ണനെ കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ. ലക്ഷ്മി കഴിച്ചില്ല അല്ലേ? കുഴപ്പമില്ല. ക്ലാസ് ഓൺ ചെയ്ത് വെച്ചാൽ അതിന് മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ക്ലാസ് കേട്ടാൽ മതിയല്ലോ. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങാം. ഓൺ മ്യൂട്ട് ചെയ്യാൻ കേട്ടോ. നമുക്കിനി ഒരു ചെറിയൊരു ബോക്സും കൂടെ പറയാനുള്ളൂ അല്ലെ? ആ ഒരു ബോക്സ് ഞാൻ കഴിച്ചിട്ടാണ് നമ്മള് ഒരു അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അരമണിക്കൂറില്ല, 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കും. 1:30 ക്ലാസ്സിൽ കയറുന്നത് എല്ലാം ബാച്ചിൽ 1:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യൂലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. സമയമുണ്ട്, 1 മണിക്കൂറുണ്ട്. ഓക്കെ ആര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ചാപ്റ്റർ തീരാണ് കേട്ടോ. ലാസ്റ്റത്തെ ഒരു ബോക്സ് ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. എന്തായിരുന്നു അത്? മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ് അല്ലെ? മെഡിക്കൽ ഇൻഫർമേഷൻസും അതുപോലെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ should be cleared by the public relations കേട്ടോ. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങള് അത് ആരാണ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറെ പറ്റിയോ അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയണം എന്ന് വിചാരിക്കാം. ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുകളുടെ സേവനങ്ങൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ വിവരങ്ങള് അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവരുടെ ഉപഭോഗത്തിനായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങള് ആരാണ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, വേറെ പോയിന്റ് ഒന്നുമില്ല കേട്ടോ. എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ should be cleared by the public relations. Okay, then അടുത്തത് നോക്കിയേ. No patient information should be released without a signed informed consent of the same കേട്ടോ. അതായത് ഒരു രോഗിയുടെ ഒപ്പിട്ട വിവരങ്ങള് ഒരു കാരണവശാലും അവരുടെ സമ്മതമില്ലാതെ നമ്മൾ പുറത്തു വിടാനായിട്ട് പാടില്ല കേട്ടോ. മനസ്സിലായോ? നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. അതായത് രോഗിയുടെ സമ്മതം ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ അത് വളരെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം, അവരുടെ കൺസെന്റോട് കൂടിയിട്ട് മാത്രമേ അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അടുത്തത് പറയുന്നത് all questions about the hospital operations and its patients should be cleared by the chief public relations before being published publicly. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ രോഗിയുടെ വിവരങ്ങള് അതെല്ലാം തന്നെ നമ്മൾ പുറത്തോട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആരത് ക്ലിയർ ചെയ്തിരിക്കണം? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻസ്, അതായത് പബ്ലിക് റിലേഷൻ ഓഫീസർ അത് ക്ലിയർ ചെയ്തിരിക്കണം. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ എന്തെങ്കിലും ആശുപത്രി സേവനങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ രോഗിയുടെ വിവരങ്ങളെ പറ്റി നമ്മൾ പുറത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആര് അത് ക്ലിയർ ചെയ്തിരിക്കണം? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻസ് ക്ലിയർ ചെയ്തിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ കൺസെന്റോട് കൂടി തന്നെ രോഗിയുടെ വിവരങ്ങളൊക്കെ നമ്മൾ പുറത്ത് റിലീസ് ചെയ്യുന്നതിനേക്കാളും മുൻപ് രോഗിയുടെ സമ്മതം വാങ്ങണം. ഓക്കെ, അവരുടെ സൈനോട് കൂടി കൺസെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ എന്തും പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് അത് പരിശോധിച്ച് അതിന്റെ ക്ലിയറൻസ് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആണ് കേട്ടോ.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പബ്ലിക് റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബർണേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഒന്ന് ജോൺ മില്ലറ്റ് അല്ലെ, ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ, അത് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് അതാരാണ് മുന്നോട്ട് വെച്ചത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം, ജോൺ മില്ലറ്റ്. പിന്നെ നമ്മള് പബ്ലിക് റിലേഷന്റെ ആവശ്യകത, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ നീഡ് എന്താണ്, ആവശ്യകത എന്താണ്, അത് നമ്മൾ പഠിച്ചു. പിന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള 2 പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണ് ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേഷൻ മെത്തേഡും. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതൊക്കെയാണ്? പിന്നെ കണ്ടത് ജനറൽ ഒപ്പീനിയൻ പോൾ, പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 8-10 പോയിന്റുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു 5-6 പോയിന്റുകൾ പറഞ്ഞു അല്ലെ, ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷൻ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, അങ്ങനെയൊക്കെ നമ്മളൊരു 5 പോയിന്റുകൾ പറഞ്ഞല്ലോ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്. പിന്നെ റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോള്, 4 റോളാണ് പഠിച്ചത്. കമ്മ്യൂണിക്കേറ്റർ അല്ലെ, ഒപ്പീനിയൻ മൈസ്ട്രോ, പ്രോബ്ലം സോൾവർ അല്ലെ, അങ്ങനെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, മറന്നില്ലത് അത് എന്തായിരുന്ന പോയിന്റ്? ഈസ് കമ്മ്യൂണിക്കേറ്റർ അല്ലെ. ഓക്കെ, അഡ്വക്കേറ്റ്. ആ 4 പോയിന്റുകളും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ നിങ്ങൾ ഇത് പഠിക്കണം, അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താണ്. അഡ്വൈസറി കമ്മിറ്റി നമ്മളൊരു കോഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പോരായ്മകളെ പറ്റിയിട്ട് അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പബ്ലിക്കിലോട്ട് എത്തിക്കാനൊക്കെ ഉള്ളതാണ് ഒരു അഡ്വൈസറി കമ്മിറ്റി, ഉപദേശക സമിതിയുടെ റോൾ. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നോട്ട് ചെയ്ത് വെക്കുന്നത്. വലിയ ചാപ്റ്റർ ആണെങ്കിലും വളരെ കുറച്ച് പോയിന്റുകൾ, വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ? ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഓക്കെ ആണല്ല? അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ നമ്പർ 5 ആണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇതിനകത്ത് തന്നെയാണ്. അടുത്ത ചാപ്റ്റർ നമ്പർ 5, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ അതിനകത്ത് നമുക്ക് കുറെ ലോകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. കുറെ നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. പ്രധാനമായിട്ടും ആ നിയമങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. വർഷമാണ് ചോദിക്കാറ്, വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കതൊക്കെ പഠിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, നമുക്കത് പഠിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടാലും ചിന്തിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ധാർമ്മികമായിട്ടും നിയമപരവുമായിട്ടുള്ള വശങ്ങൾ അല്ലെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ഇഷ്യൂസുകള് അല്ലെങ്കിൽ അത്തരം ആസ്പെക്റ്റുകള് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എത്തിക്കൽ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസുകൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാനാണ്, പേഷ്യന്റിന്റെ റൈറ്റ്സ് അല്ലെ, പേഷ്യന്റിന്റെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്, പേഷ്യന്റിന്റെ അവകാശങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ പേഷ്യന്റിന്റെ റൈറ്റ്സുകൾ എപ്പോഴും അവകാശങ്ങൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കെയർ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം.
പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രൊഫഷണാലിസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ, ഓക്കെ, മെഡിക്കലിന്റെ ആ മെഡിക്കൽ പ്രൊഫഷൻ അല്ല, ആ മെഡിക്കൽ പ്രൊഫഷണാലിസത്തിനെ കുറെ കൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസ്കുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കുന്നുണ്ട്, ലീഗൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കുന്നുണ്ട്. ലീഗൽ ആസ്പെക്ടിനകത്ത് ലോ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ലോയ്ക്ക് ഒരു 3 ഡെഫിനിഷൻസ്, നിയമം കേട്ടോ, അതിന് 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസുകൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്. മെഡിക്കോ ലീഗൽ കേസുകൾ എന്താണ്, അതിന്റെ കുറെ എക്സാമ്പിളുകളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ലോകളാണ് പഠിക്കാനുള്ളത്. ലോ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ആക്ടുകൾ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലിന് അതായത് ജനറൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ളത് കേട്ടോ, ഹോസ്പിറ്റലിന് മാത്രമായിട്ടുള്ളതല്ല, ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ള ജനറൽ ആക്ടുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമായിട്ടുള്ള ആക്ടുകളുണ്ട്. അതിലൊന്നും കൂടാതെ കുറച്ച് മിസലേനിയസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്ററിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. എത്തിക്കൽ ആസ്പെക്ട്, ആദ്യം നമ്മൾ നോക്കുന്നത് എത്തിക്കൽ ആസ്പെക്ട്. നമുക്കറിയാലോ, ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ഒരു എന്താ പറയാ, എത്തിക്സ് മീൻസ് എന്താ മലയാളത്തിൽ ധാർമ്മിക വശം എന്നൊക്കെ പറയും അല്ലെ. എത്തിക്സ് ഉണ്ട്. ആ ഒരു എത്തിക്സ് വിട്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഏത് ജോലിയെ നിങ്ങൾ എടുത്താലും, ഒരു ടീച്ചിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലീഗൽ അല്ലെ, ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ജോലി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇനി ആ പ്രൊഫഷന് മാത്രമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും അവർക്ക് അവരുടേതായ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ആ ഒരു എത്തിക്സ് വിട്ട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു ഡിസ്ഗ്രേസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചിങ് ചെയ്യുന്നു, അപ്പൊ അതിനൊരു എത്തിക്സ് ഉണ്ട്, ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അത് വിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികളോട് പെരുമാറാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ ജോലിയോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്ട് ആണ് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാല് അത്രയും വലിയൊരു പ്രൊഫഷനാണ് അല്ലെ, മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ എത്തിക്കൽ ആസ്പെക്ടുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, എന്താണ് എത്തിക്കൽ ആസ്പെക്ട്, എന്താണ് എത്തിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. വായിക്കാം നമുക്ക്. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. എന്താണ് എത്തിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ. കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റ ചട്ടങ്ങളാണ്, ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങള്. ഈ പെരുമാറ്റ ചട്ടങ്ങള് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. മെഡിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. മെഡിസിൻ മീൻസ് ആ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെ, ആ ഒരു മെഡിക്കൽ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ആ ഒരു പ്രൊഫഷനെ അതിലെ മെമ്പേഴ്സുകള് ഒരിക്കലും ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കാനും, എന്നുവെച്ചാൽ അതിനെ തരം താഴ്ത്തി കാണാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഇതേ മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോഡ് ഓഫ് ബിഹേവിയർ. അതൊരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളാണ്. ദാറ്റ് ഇസ് സെറ്റ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ. അത് മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനും, സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. അതിലെ ആളുകള് ആ ഒരു ജോലിയിൽ ഒരിക്കലും ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് കയറി വിചാരിക്കും, ആ ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ കോഡ് ഓഫ് ബിഹേവിയറും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എങ്ങനെ അവിടെ പെരുമാറണം, ഏത് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട് അല്ലെ, ഒരു കോഡ് ഓഫ് ബിഹേവിയർ. അതാണ് അവരുടെ എത്തിക്സ് എന്ന് പറഞ്ഞത്, അതാണ് ആ കമ്പനിയുടെ എത്തിക്സ് എന്ന് പറയുന്നത്. ആ എത്തിക്സ് വിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാനായിട്ട് പാടില്ല. ഓക്കെ, അതൊരു ഡെഫിനേഷൻ ആണ്. പിന്നെ പറയുന്നത് അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ്, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എത്തിക്സ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാണ് കേട്ടോ, പല രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടാണ്. നോക്കാം, എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്.
അതായത് എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, അത് ചില ധാർമ്മിക തത്വങ്ങളുടെ സംവിധാനം, ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മോറൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ, മോറൽ പ്രിൻസിപ്പിൾ ആണ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നല്ല കാര്യങ്ങളാണ്, മോശവശങ്ങളല്ല, നല്ല വശങ്ങളാണ് കേട്ടോ. ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനം, ഒരു കൂട്ടം, അതിനെ നമുക്ക് എത്തിക്സ് എന്ന് പറയാം. ഇനി വേറൊരു ഡെഫിനേഷൻ നോക്കിയേ. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അത് വേറെ ഡെഫിനേഷൻ ആണ്. അതായത് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് വ്യക്തികളുടെയും ഇൻഡിവിജ്വൽസിന്റെയും ഈ വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട്, നല്ലതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു നെഗറ്റീവ് സൈഡ് അല്ല. എത്തിക്സ് എന്ന് കേട്ടാൽ അതിന്റെ പോസിറ്റീവ് സൈഡാണ് പറയുന്നത്. ഒരു വ്യക്തികളും ആ വ്യക്തികൾ ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ സൊസൈറ്റി. ആ സമൂഹത്തിന്റെ നല്ലതുമായിട്ട്, നന്മയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ്. നമ്മൾ ഈ പറയുന്ന എത്തിക്കൽ കൺസെപ്റ്റ്, എത്തിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഓക്കെ, അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വളരെ നാരോ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല, അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കാര്യം എന്താണെന്നറിയോ? ഓക്കെ, വിച്ച് ഗീവ്സ് ദ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് what kinds of behavior and decisions are desirable and encouraged at a business or organization. എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് അഭികാമ്യമായിട്ടുള്ളത് എന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് അറിവ് നൽകുന്ന ഒന്നാണ് എത്തിക്സ്. ശരിയല്ലേ? ആ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, അല്ല അവിടുത്തെ സ്റ്റാഫുകള്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണല്ലോ, നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ വിഷൻ ആൻഡ് മിഷൻസ് ഉണ്ട്, അല്ലെ? അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എത്തിക്സ് ഉണ്ട്. ആ ഒരു എത്തിക്സിനനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ ഓരോ എംപ്ലോയീസും കൊണ്ട് പെരുമാറാനായിട്ട്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അഭികാമ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, അല്ലെ? അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് അറിവ് നൽകുക, എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിവ് നൽകുന്ന ആ ഒരു എന്താ പറയാ കാര്യങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും എന്തല്ല, ഒരു ചെറിയ കൺസെപ്റ്റ് അല്ല, വളരെ എന്താ പറയാ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ എത്തിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ പല രീതിയിൽ എത്തിക്സിനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, പിന്നെ ഒരെണ്ണോട് പറയാനുണ്ട്, എ കോഡ് ഓഫ് കണ്ടക്ട്. എ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ്. കണ്ടക്ട് എന്ന് വെച്ചാൽ ബിഹേവിയർ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇതിന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലേ, നമ്മൾ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. കണ്ടക്ട് പറയുമ്പോൾ കോണ്ടാക്ട് എന്നാണ് പറയുക. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്തെന്നാ? നമ്മുടെ പെരുമാറ്റത്തെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെ? അത് തന്നെയാണ്, പെരുമാറ്റമാണ് കേട്ടോ. A code of conduct mentions how employees or members have to act in a particular situation. അതായത് ഓരോ പ്രത്യേക സാഹചര്യത്തിലും ജീവനക്കാരെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട്. ദാറ്റ് മീൻസ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എത്തിക്സ് തന്നെയാണ്, അല്ലെ? പല രീതിയിൽ പറഞ്ഞു മാത്രം കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ അതിൽ നമ്മൾ എന്താ പറഞ്ഞത്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഇസ് എ കോഡ് ഓഫ് ബിഹേവിയർ, ഇറ്റ് ഇസ് എ കോഡ് ഓഫ് കണ്ടക്ട് ആണ്, ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. അത് ഇതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷൻ ഒരിക്കലും ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ അംഗങ്ങൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ, അങ്ങനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സിനെ നമുക്ക് മോറൽ പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? മോറൽ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തികളും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലെ ഉള്ള സ്ഥാപനത്തിന്റെ ആ ഒരു എന്താ പറയുക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവയ്ക്ക് അവിടെ ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ്, എങ്ങനെയുള്ള തീരുമാനങ്ങളാണ് അവിടെ അഭികാമ്യമായിട്ടുള്ളത് എന്ന് അവിടുത്തെ ജീവനക്കാർക്ക് അറിവ് നൽകുന്ന ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓരോ പ്രത്യേക സാഹചര്യത്തിലും എംപ്ലോയീസുകള് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സ് അങ്ങനത്തെ എംപ്ലോയീസുകളെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പരാമർശിക്കുന്ന ഒന്നിനെയും നമുക്ക് കോഡ് ഓഫ് കണ്ടക്ട്, ദാറ്റ് മീൻസ് എത്തിക്സ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ?
ഓക്കെ ആണോ? ഒന്ന് വായിക്കാമോ നിങ്ങളത്? എത്തിക്കൽ ആസ്പെക്ട് ഒന്ന് വായിച്ചേ. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി നോക്കി ഒരു മിനിറ്റ് ട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് അടുത്ത ആസ്പെക്ട് ലീഗൽ ആസ്പെക്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ലീഗൽ ആസ്പെക്ട് കേട്ടോ, നിയമപരമായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ലോ എന്താണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ലോക്ക് 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3ഉം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തത്, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. അതാണ് ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം സെറ്റ് ഓഫ് റൂൾസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്ന് പറയുന്നത് അല്ലെ. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങള്, സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ലോ അല്ലെ. പിന്നെ വേറൊരു ഡെഫിനേഷൻ എന്താണ്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. അല്ലെ, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെ, നമ്മളില് എന്താണ് ഏൽപ്പിക്കുന്ന ഈ പറയുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത് അല്ലെ. കടമകളുടെയും അതുപോലെ തന്നെ എന്താണ് അവകാശങ്ങളുടെയും സംവിധാനം. ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾക്ക് അല്ലെ, എല്ലാ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ആ നിയമം പാലിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു കൂട്ടം അവകാശങ്ങളുടെയും കടമകളുടെയും ഒക്കെ സംവിധാനത്തിന് നമുക്ക് ലോ എന്ന് പറയാം. ഓക്കെ, മൂന്നാമത്തെ ഡെഫിനിഷൻ എന്താണ്? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് നമ്മുടെ ഭരണകൂടവും പിന്നെ നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ് കേട്ടോ. ലോ എന്താണെന്ന് 3 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഒന്ന്, ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. അടുത്തത്, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. തേർഡ് എങ്ങനെയായിരുന്നു? ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized by the state and the administration of justice. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ 3 ലോകളും പഠിച്ചു. 3 ലോകളല്ല, ആ ലോയുടെ ഡെഫിനേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നീതി നിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പോലീസും കോടതിയൊക്കെയാണ് അല്ലെ. പോലീസും കോടതിയല്ലേ നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, കോർട്ട് ഓർ പോലീസ് മേ ഇമ്പോസ് ദ സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പണിഷ് ദ പീപ്പിൾ ഹു വയലേറ്റ് ദ ലോ such as by paying a fine or other penalty including jail. അറിയാലോ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പോലീസ്, കോടതി ഇവരൊക്കെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ലോകള് നമ്മൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പനിഷ്യബിൾ ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഫൈൻ അടയ്ക്കുന്നതായിട്ടോ ഈവൻ ജയിൽവാസം വരെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലും എന്താണ്? അതിന്റെ ഭാഗമാണ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണല്ലോ, പൊതുജന സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അതും നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും ആ പറയുന്ന ഹോസ്പിറ്റലും എന്താണ്? ബാധകമാണ്. ഓക്കെ, ഇനി hospital administration is obliged to have a clear understanding
ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം അല്ലെ. ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് പ്രവർത്തിക്കാനായിട്ട്, ഹോസ്പിറ്റല് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ. കാര്യം എന്താണ്, അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ, പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരം എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി അറിഞ്ഞിരിക്കണം അല്ലെ. നോക്കാം, മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പോളിസീസ് for keeping a safe hospital, physical facilities and services, and must ensure building conforms to regional bylaws, safety regulations, and sanitation arrangements. അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പോളിസികളും അല്ലെ, പോളിസികള് ക്രിയേറ്റ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവിടുത്തെ മാനേജ്മെന്റ് ആണ് അല്ലെ. എങ്ങനെയായിരിക്കണം അവര് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആശുപത്രി ആയിരിക്കണം, അത്യാവശ്യം വേണ്ട ഫിസിക്കൽ ഫെസിലിറ്റീസുകളും അതുപോലെ തന്നെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് എൻഷുവർ കൺഫോംസ് ടു ദ റീജിയണൽ ബൈലോസ്, സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ് അല്ലെ. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും പോരാത്തതിന് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന പ്രാദേശികമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അവർ പാലിച്ചിരിക്കണം. അതുപോലെ എല്ലാവിധ സേഫ്റ്റി റെഗുലേഷൻസും ഉണ്ടായിരിക്കണം അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവിധ സേഫ്റ്റി നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ് അല്ലെ, ശുചിത്വ ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം. ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റല് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള പോളിസികള് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ മാനേജ്മെന്റിന് അങ്ങനെ പോളിസികളൊക്കെ തയ്യാറാക്കണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് എന്തിനറിവുണ്ടായിരിക്കണം, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കണം. അങ്ങനെ ഒരു അറിവോടുകൂടി മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. ഇനി നോക്കുക, ഹോസ്പിറ്റൽസ് ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ്സ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, കെമിക്കൽസ്, മെഷീനറി, സ്റ്റീം ഡാമേജസ് ഫ്രം ദ സ്ലിപ്പറി ഫ്ലോസ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽ എപ്പോഴും എന്താണ്, വളരെ സേഫ് ആയിരിക്കണം അല്ലെ. പ്രത്യേകിച്ച് എക്സ്പ്ലോസീവ്സോ മറ്റുള്ള ഇൻഫ്ലമേറ്ററി ഗ്യാസുകളോ കെമിക്കൽസോ അല്ലെങ്കിൽ സ്റ്റീം ഡാമേജസോ സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറുകളോ അല്ലെ, ഇപ്പൊ പേഷ്യൻസ് വന്ന് വഴുതി തെന്നി വീഴുന്ന ഫ്ലോറുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തിയിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി വേണം അവര് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എത്തിക്കൽ ആസ്പെക്ട് എന്താണെന്ന് മനസ്സിലാക്കുക, ലീഗൽ ആസ്പെക്ടിലെ ലോ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ബി അവെയർ ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിക്കോട്ടെ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റി അറിയണം, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ ആവശ്യകത എന്താണ്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ റീസൺസ് നോക്കാം. അതിന് ചില കാരണങ്ങളുണ്ട് അല്ലെ. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ ചാപ്റ്റർ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കുന്നതും ഇതൊക്കെ തന്നെ കാരണം അല്ലെ. റീസൺസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. അതാണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്, MLC എന്ന് പറയും. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ഈ അന്വേഷണം അല്ലെ, നിയമ അന്വേഷണം ആവശ്യമായിട്ടുള്ള പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ അന്വേഷണങ്ങൾ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചുരുക്കിയിട്ട് MLC എന്നാണ് പറയാ. ഹോസ്പിറ്റലിലൊക്കെ കയറുന്ന സമയത്ത് പറയണേ MLC കേസ് വന്നിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. നമുക്ക് നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും നമ്മൾ നോക്കണമെങ്കിൽ മെഡിക്കോ ലീഗൽ കേസുകളാണ് കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് മരണപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ പ്രായത്തിൽ മരിക്കുന്ന കേസുകളൊക്കെ കുറവാണ് ഇപ്പൊ അല്ലെ, ഇന്നത്തെ കാലത്ത് കുറവാണ്.
കൂടുതൽ എങ്ങനെയുള്ള കേസുകളാ? മെഡിക്കോ ലീഗൽ കേസുകളാണ്. സൂയിസൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൊലപാതകങ്ങള്, ആക്സിഡന്റുകള്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ മരണപ്പെടുന്നത് അല്ലെ. ഇതൊക്കെ എന്താണ്? ആദ്യം റേപ്പ്, ഇതൊക്കെ അതിനകത്ത് വരുന്നത്. ഇതെല്ലാം മെഡിക്കോ ലീഗൽ കേസുകളാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ കാലത്ത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അല്ലെ. അപ്പൊ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ലീഗൽ എത്തിക്കൽ ആസ്പെക്ടുകളൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്, അതായത് ഈ പറയുന്ന സിവിൽ ക്രിമിനൽ നിയമ നടപടികള് പരമാവധി മിനിമൈസ് ചെയ്യാനായിട്ട്, പരമാവധി കുറയ്ക്കാനായിട്ട്. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത്. എന്നുവെച്ചാൽ 100% സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ കീഴിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഒരു പരിധി വരെയെങ്കിലും സേഫ് ആയിട്ടിരിക്കണേ അല്ലെ. ഈ നിയമങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നിയമങ്ങൾ ഉണ്ടായിട്ട് തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിയമങ്ങൾ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ആലോചിച്ച് നോക്കിയേ അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ പോലീസ്, കോർട്ട്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കൂ, എന്തായിരിക്കും അവസ്ഥ അല്ലെ. അപ്പോ പരമാവധി ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പെരുമാറി കഴിഞ്ഞാൽ പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് ഒരു മോശം സേവനം കൊടുക്കുക എന്ന് വിചാരിക്കുക, ഒരു മോശം സേവനം കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ മോശം സേവനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം അത് അവർക്ക് നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പേടിയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകും അല്ലെ. നമുക്കറിയാം ആ ഒരു നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ക്രിമിനൽ നിയമ നടപടികൾക്ക് നമ്മൾ വിധേയമാകേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു എന്താണ് ചിന്ത നമ്മളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നിയമങ്ങളെ പേടിക്കും നിയമങ്ങളെ പേടിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സേഫ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കും. സേഫ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് സിവിൽ ക്രിമിനൽ നിയമ നടപടികളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതൊക്കെ നമുക്ക് പരമാവധി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അതുപോലെ നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ പരിചരണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മെഡിക്കൽ കെയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലീഗലി മുന്നോട്ട് പോവാം അല്ലെ. നമ്മുടെ പേഷ്യന്റിന്റെ റൈറ്റ് ആണ് അല്ലെ. നമുക്കൊരു ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ കിട്ടുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ്, ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അപ്പൊ നമുക്കത് നിഷേധിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ നമുക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലീഗലി നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉള്ളത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ പരിചരണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ in India, lawyers are very little trained as yet and exposure in the complex issues associated with the medical cases. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകള് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാര് പൊതുവെ ഇന്ത്യയിൽ കുറവാണ്. മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ഈ പറയുന്ന ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനഡ് ആയിട്ടുള്ള ആളുകള് ലോയർമാര് പൊതുവെ ഇന്ത്യയിൽ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ത് വേണം? ലോയർമാര് കുറവാന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാനാണ് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ നമ്മൾ അനുസരിച്ചിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കലാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻ. ഇപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ വശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസ് വെച്ച് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിയായ കാര്യങ്ങള് ഉത്തരവാദിത്വത്തോടു കൂടി അവർക്ക് ചെയ്യാനും ഇനി അവർക്കെതിരെ ഉണ്ടാകുന്ന ലിറ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ്? പ്രശ്നങ്ങളാണ്.
മീൻസ് വ്യവഹാരം എന്നൊക്കെയാണ് ശരിക്കും അർത്ഥം. പക്ഷെ ഇവിടെ ബിഹേവിയർ, ഇപ്പൊ നമ്മള് ഹെൽത്ത് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിനൊക്കെ എതിരായിട്ട് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും മെഡിക്കൽ പ്രൊഫഷണൽസിനെ എന്ത് സഹായിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള എത്തിക്കൽ ലീഗൽ വശങ്ങൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ്, അവരുടെ കാര്യങ്ങൾ അവർക്ക് ശരിയായിട്ട് ചെയ്യാനും, അതുപോലെ മറ്റുള്ള ചെറിയ അവർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്, എത്തിക്കൽ ലീഗൽ വശങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് ദ പബ്ലിക് about the duties and commitments of medical practitioners of hospital. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെയും മറ്റ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും പബ്ലിക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, അവരുടെ പബ്ലിക്കിനോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് പൊതുജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുന്നതിനും എന്തറിഞ്ഞിരിക്കണം, എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ ആ ഒരു കമ്മിറ്റ്മെന്റുകൾ, പബ്ലിക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഡ്യൂട്ടികളാണ് അവരൊരു പേഷ്യൻസിനോട് അല്ലെങ്കിൽ പബ്ലിക്കിനോട് അവർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു അറിവ് വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ എന്തറിഞ്ഞിരിക്കണം, എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് ചിന്തിക്കാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ എത്തിക്കൽ ലീഗൽ വശങ്ങൾ അറിയേണ്ട ആവശ്യകതയാണ് ഈ പറഞ്ഞത്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പിന്നെ പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ കുറയ്ക്കാനായിട്ട്, പിന്നെ ഈ പറയുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ ഉറപ്പുവരുത്താനായിട്ട്, പിന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ലോയർമാര് കുറവാണ്. അപ്പൊ അങ്ങനെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് മെഡിക്കൽ പ്രൊഫഷണൽസിനെ എങ്ങനെയാ സഹായിക്കുന്നത്, അവർക്ക് ഉത്തരവാദിത്തത്തോടുകൂടി അവരുടെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യാനും അവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെയും മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ സഹായിക്കുന്നു. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ക്ലിയർ ആയെന്ന് പറയണം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. MLC കേസ്, അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ആക്സിഡന്റുകള്, കൊലപാതകങ്ങള്, സൂയിസൈഡുകള്, ഇതെല്ലാം ദുരൂഹത തോന്നുന്ന എന്ത് കാര്യവും എന്താണ് മെഡിക്കോ ലീഗൽ, കറക്റ്റ് ആണ് കേട്ടോ. നസീൻ ആക്സിഡന്റ്, അതായത് സൂയിസൈഡ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഒരു കേസ് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരാള് മരണപ്പെട്ട് അല്ലെങ്കിൽ കൊണ്ടുവരികയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ
അവരെന്ത് ചെയ്യും, അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, അവരെന്ത് ചെയ്യും, പോലീസിന് അത് അറിയിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ദുരൂഹമായിട്ടൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കേസുകളാണെങ്കിൽ കൂടിയും ഡോക്ടർ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവർ പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിലൊരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ദുരൂഹത തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അവരത് പോലീസിനെ അറിയിക്കും. അത് മെഡിക്കോ ലീഗൽ കേസായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുകയും അതിനെ തുടർന്ന് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഓക്കെ അപ്പൊ അതാണ് കേട്ടോ മെഡിക്കോ ലീഗൽ കേസ്. നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ്. എന്ന് പറഞ്ഞ ഒരു പരിക്കാവാം, അല്ലെങ്കിൽ ഒരു അസുഖമാവാം. എന്താണ്, വെറുതെ അറ്റൻഡിങ് ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ദി ഹിസ്റ്ററി ഓഫ് ഇൽനെസ് and the clinical investigation considers that investigations by the law enforcing agencies are warranted to find out circumstances and fix the responsibility regarding the same. അതായത് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേസ് ഓഫ് ഇൽനെസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കേസ് ആവാം. ഇവിടെ അറ്റൻഡിങ് ഡോക്ടർ, ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുകയാണ്. പരിശോധിച്ച് അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ അത് ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ പരിക്കിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് കേട്ടോ. ലോ എൻഫോഴ്സിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ ആരാണ്, പോലീസും കോടതിയുടെ ഒക്കെ അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടാൽ അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് കേട്ടോ. നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ അത്രയും MLC എന്നാണ് പറയുക കേട്ടോ. MLC മെഡിക്കോ ലീഗൽ കേസസ്. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസിനുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് RTA. RTA എന്ന് പറഞ്ഞാല് ഇവിടെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്നാണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, അതുപോലെ തന്നെ റെയിൽ ആക്സിഡന്റ്സ്, പിന്നെ ഫാക്ടറി ആക്സിഡന്റ്സ്, ഈ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ഏത് ടൈപ്പ് ഓഫ് ആക്സിഡന്റ്സോ കേട്ടോ, ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്, ഇതെല്ലാം എന്താണ് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കിയേ, സസ്പെക്ടഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ് അല്ലെ, നമ്മൾ സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള് അല്ലെ. ആത്മഹത്യ ചെയ്താലും കേസ് ഉണ്ടാവും അല്ലെ. എന്താ സംഭവം എന്ന് അറിയാൻ ആത്മഹത്യ പ്രേരണ കുറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ അല്ലെ. അതൊക്കെ MLC ആണ് കേട്ടോ. സസ്പെക്ടഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, കൊലപാതകങ്ങള്, ആത്മഹത്യകള്. അതുപോലെ തന്നെ സസ്പെക്ടഡ് ഓർ എവിഡന്റ് പോയിസണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, സംശയിക്കപ്പെടുന്ന തരത്തിലുള്ള വിഷബാധകള് അല്ലെ, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ അല്ലെ. ഇപ്പൊ വിഷമദ്യ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ MLC കേസാണ് കേട്ടോ. അതുപോലെ തന്നെ ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, ഇലക്ട്രോഷൻ, എന്തെങ്കിലും കാരണം കൊണ്ടുവരുന്ന ബേൺ ഇഞ്ചുറീസ്, പൊള്ളലുകള്, അതുപോലെ ഇലക്ട്രോഷൻ, വൈദ്യുതാഘാതം ഒക്കെ, അതൊക്കെ സംശയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഫിസിക്കൽ അസോൾട്ട് കേസസ്, ശാരീരിക ആക്രമണങ്ങള്, റേപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ കൊലപാതകങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. അനിമൽ അറ്റാക്ക് MLC കേസ് ആയിട്ടാണ് എടുക്കുന്നത്. സ്നേക്ക് ബൈറ്റ് MLC കേസ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് നമ്മള് മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞിട്ട് സിനിമയിലെ നിവിൻ പോളിയുടെ കണ്ടിട്ടില്ലേ ഇത്? അതിനകത്ത് കുട്ടീനെ പട്ടീനെ വിത്ത് പഠിപ്പിക്കുന്ന രൂപത്തില് അതിനകത്ത് കൃത്യമായിട്ട് അതിന് പറയുന്നുണ്ട് ഇല്ലേ, പറയുന്ന ആ ഒരു സീൻ ഓർമ്മയില്ലേ? കറക്റ്റ് ആയിട്ട് അനിമൽ അറ്റാക്കിനൊക്കെ കൃത്യമായിട്ടുള്ള ലോയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ സ്നേക്ക് ബൈറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ, ഉത്രാക്കൊലക്കേസ് അല്ലേ? അത് തന്നെ പാമ്പിനെ വെച്ച് കടിച്ചിട്ട് ആ പെൺകുട്ടി മരിച്ചത്, അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമല്ലേ. നമ്മള് നോർമലി കേൾക്കുമ്പോ എന്താണ്, പാമ്പ് പിടിച്ചാണ് മരിച്ചെന്ന് വിചാരിച്ചത് അല്ലെ. പക്ഷെ പിന്നല്ലേ മനസ്സിലായത് അതിങ്ങനെ സംഭവിച്ചിട്ട് പിറകിൽ ഇത്രയും വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് അല്ലെ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, അതുപോലെ തന്നെ മാസ് ഫുഡ് പോയ്സണിങ് കേട്ടോ. മാസ് ഫുഡ് പോയ്സണിങ്, ഭക്ഷ്യവിഷബാധകള്, പിന്നെ കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, റേപ്പ് കേസുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ. ഓക്കെ, സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ ഗർഭഛിദ്രങ്ങള് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇഞ്ചുറി കേസസ് വേർ ദ ഫാൾസ് പ്ലേസ് സസ്പെക്ടഡ്. ഇഞ്ചുറി കേസുകള്, അതായത് ഫ്രോഡായിട്ട് നടക്കുന്ന ഇഞ്ചുറി കേസുകള്,
ഇഞ്ചുറി കേസസ് വേർ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, ഭാവിയിൽ മരണം സംഭവിച്ചേക്കാവുന്ന ഇഞ്ചുറി കേസുകൾ അല്ലെ. പിന്നെന്താണ് അൺകോൺഷ്യസ് കേസസ് വേർ ദ റീസൺ ഓഫ് ഇറ്റ് ഇസ് അൺക്ലിയർ, അതായത് പ്രത്യേകിച്ച് നമ്മൾക്കൊരു വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ അല്ലെ. കാരണങ്ങൾ അതിന് കൃത്യമായ കാരണമില്ലാതെ ഒരു അൺകോൺഷ്യസ് കേസുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ മെഡിക്കോ ലീഗൽ കേസുകളാണ്. പിന്നെ ബ്രോഡ് ഡെഡ് കേസസ് വർ ദ ക്രിമിനൽ ഒഫൻസ് ഇസ് സസ്പെക്ടഡ് കേട്ടോ, ക്രിമിനൽ ഒഫൻസ് നമ്മൾ സംശയിക്കപ്പെടുന്ന മരണ കേസുകൾ ഡെഡ് കേസസുകള്. പിന്നെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോടതിയിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ, കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ തീർച്ചയായിട്ടും തന്നെയാണ് മെഡിക്കോ ലീഗൽ കേസുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വെറുതെ വായിച്ച് മനസ്സിലാക്കിയത്, ഇത് നമുക്ക് പഠിക്കാൻ തന്നെ അറിയാലോ മെഡിക്കോ ലീഗൽ കേസുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇത് നമുക്ക് ആ ഒരു കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം തന്നെ മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. നോർമലി ഉള്ള ഡെത്ത് അല്ലാത്ത എന്തും എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡെത്തുകളും കേസുകളാണ് കൂടുതലുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എത്തിക്കൽ ആസ്പെക്ട്, ലീഗൽ ആസ്പെക്ട്, പിന്നെ എന്താണ് അതിന്റെ നീഡ്, പിന്നെ മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾ, ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലോകളിലേക്ക് കടക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ലോകൾ പഠിക്കാനുണ്ട്. ആ ലോകളും അതിന്റെ വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ലോകളുടെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനറൽ ആക്ട് ഇത് പഠിക്കാനുള്ളതല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊരു ഔട്ട്ലൈൻ തരുന്നതാണ് കേട്ടോ. ജനറൽ ആക്ടുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിനകത്ത് ഹോസ്പിറ്റൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ഉണ്ട്, അതായത് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട്. പിന്നെ മിസലേനിയസ് ആക്ടുകൾ, മറ്റു പല ആക്ടുകളുണ്ട്. ദെൻ ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത്രയുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ലോകൾ കേട്ടോ. ഈ ജനറൽ ആക്ടുകൾ തന്നെ നമുക്ക് ഒരു 10 പഠിക്കാനുണ്ട്. ജനറൽ ആക്ടുകൾ 10 പഠിക്കാനുണ്ട്. പിന്നെ മിസലേനിയസ് ആക്ട് ഉണ്ട്, ഒരു 4-5 പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സെപ്പറേറ്റ് ആയിട്ട് അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിക്കാനുള്ള ആക്ടുകളെ പറ്റി നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആക്ടിലേക്ക് കടക്കാലോ. ആക്ട് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം, ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഹോസ്പിറ്റൽസ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റൽസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ആക്ടുകൾ. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമായിട്ടുള്ള ആക്ട് എന്നല്ല പറഞ്ഞത് കേട്ടോ, എല്ലാത്തിനും ബാധകമാണ്, ഹോസ്പിറ്റലിനും ബാധകമാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു ആക്ടുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കുക കേട്ടോ, ഫസ്റ്റ് ആക്ട് ആണ്. ഫസ്റ്റ് നമ്മൾ ജനറൽ ആക്ട് ആണ് പഠിക്കുന്നത് കേട്ടോ. ജനറൽ ആക്ട് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ജനറൽ ആക്ടുകളാണ്. ഒന്നാമത്തത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 നിങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ആ വർഷം കൂടെ കൂട്ടി പറഞ്ഞ് വായിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, 1947 വ്യാവസായിക തർക്ക നിയമം. വ്യാവസായിക തർക്ക നിയമം എന്താണ്? ആ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ്? ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി കേട്ടോ. ഇൻഡസ്ട്രി എന്ന ടേമിന്റെ, ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റൽസ് വരുന്നത്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്തിനും ബാധകമാവുന്നത്? ഹോസ്പിറ്റലിനും ബാധകമാവുന്നത്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇൻഡസ്ട്രി നമ്മൾ വ്യവസായം അതും ഹോസ്പിറ്റലും തമ്മിൽ എന്താ ബന്ധം നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ ഒരു ആക്ട് പ്രകാരം ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? ഹോസ്പിറ്റൽസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി ബൈ ദ ആക്ട്. ഏത് ആക്ട് പ്രകാരമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. പിന്നെ ഇനി ഈ ആക്ട് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 50. അതായത് എംപ്ലോയീസിന്റെ എണ്ണം 50 50ൽ കൂടുതലായിട്ടുള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും ഏത് ആക്ട് ബാധകമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ബാധകമാണ്. മനസ്സിലായോ? എംപ്ലോയീസിന്റെ എണ്ണം 50 50ൽ കൂടുതലോ ഉള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും, ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും ഏത് ആക്ട് ബാധകമാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഏതൊരു ആക്ടും നമുക്കറിയാം, നമ്മളൊരു നിയമം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിയമം കൊണ്ടുവരാൻ എന്തിനു വേണ്ടിയിട്ടാണ്?
എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മളൊരു നിയമം ഉണ്ടാക്കുന്നതും നിയമം നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ, ലക്ഷ്യങ്ങൾ എന്താണ്, ഈ ഒരു ആക്ടിന്റെ ലക്ഷ്യം എന്താന്ന് നോക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, അതായത് വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. പിന്നെന്താണ്, സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഉണ്ടല്ലോ, അന്നുള്ള ആക്ട് ആണെന്ന് ഓർത്താൽ മതിട്ടാണ്. 1947 ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് എന്താ, തർക്കമാണ് കേട്ടോ, തർക്കമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. വ്യാവസായിക തർക്ക നിയമം അത് പ്രകാരം ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. പിന്നെ എംപ്ലോയീസിന്റെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്, 50 കേട്ടോ. 50ഓ 50ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും, ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഏതൊരു ഇൻഡസ്ട്രിക്കും ഈ ഒരു ആക്ട് ബാധകമാണ്. ഈ ആക്ടിന്റെ ലക്ഷ്യം എന്താണ്, വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്, വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക. ഇത്ര മാത്രം ഇതിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത് എളുപ്പമല്ല, ഓർത്തിരിക്കാനൊക്കെ എളുപ്പമുള്ള പോയിന്റുകളാണ്. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ആക്ട് ആണ് മിനിമം വേജസ് ആക്ട് 1948. മിനിമം വേതന നിയമം 1948 കേട്ടോ. മിനിമം വേജസ് ആക്ട് 1948, 1948 മിനിമം വേതന നിയമം. മിനിമം വേതന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, അത് വേറെ ഒന്നും പറയുന്നില്ല. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. നമ്മുടെ ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ, അവിടെ കഴിഞ്ഞു അത്. ബാക്കി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വേറെയാണ്, വേറെ ആക്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഫുൾ സ്റ്റോപ്പ്. അതായത് നമ്മൾ വിവിധ ഗ്രൂപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് തൊഴിലാളികള്, വ്യാവസായിക തൊഴിലാളികള്, അവർക്കൊക്കെ മിനിമം ഇത്ര വേതനമെങ്കിലും അവർക്ക് കൊടുക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഒരു ആക്ട് ഒക്കെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു മിനിമം വേജസ് ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട മിനിമം ഇത്ര വേതനമെങ്കിലും അവർക്ക് കൊടുക്കണം. ആ ഒരു മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് മിനിമം വേജസ് ആക്ട്. വർഷം ഏതാണ്, 1948 കേട്ടോ, 1948. ഓക്കെ, രണ്ട് ആക്ട് കഴിഞ്ഞു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, പിന്നെന്തായിരുന്നു മിനിമം വേജസ് ആക്ട് 1948. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ആക്ട് എന്താണ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അതായത് എംപ്ലോയീസ് PF ആക്ട്, EPF എന്നൊക്കെ ചിലപ്പോൾ ചുരുക്കി പറയൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ EPF എന്നൊക്കെ കാണുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കരുത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF ആക്ട് ആണ് 1952, 1952. ഓക്കെ, അപ്പൊ PF എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. PF എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു സുരക്ഷാ സേവിംഗ് സ്കീം എന്ന് നമുക്ക് പറയാം, അല്ലെ. ഒരു സേവിംഗ് സ്കീമാണ് ശരിക്കും PF എന്ന് പറയുന്നത്, അല്ലെ. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് PF എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര എന്താ പറയാ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല കേട്ടോ. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആക്ട് ഫുൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ആക്ടിന്റെ വർഷങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആക്ട് തരും, എന്നിട്ട് അതിന്റെ വർഷങ്ങൾ എത്രയാണെന്ന് നിങ്ങളോട് ചോദിക്കുക. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് കണ്ടത്. ആക്ട് തന്നിട്ട് വർഷം ഏത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ PF പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ PF എന്ന് പറയുന്നത് സാധാരണക്കാർക്കായുള്ള ഒരു സുരക്ഷാ സേവിംഗ് സ്കീം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ട് വലിയ വലിയ ലക്ഷങ്ങള് സാലറി വാങ്ങുന്ന ആളുകളെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഫണ്ട് നേരെ പോകുന്നത് ഗവൺമെന്റിലോട്ടാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് ഈ PF പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. PF ആക്ട്, ഓക്കെ, PF എന്താണെന്നൊക്കെ അറിയാലോ, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് പറയാൻ നോക്കുക, എംപ്ലോയർ. PF ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് എ സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്, donate an equal amount as employers share and credit the fund regularly with the government. അപ്പോ എംപ്ലോയർ എന്ന് പറഞ്ഞാല് തൊഴിലുടമയാണ് കേട്ടോ. മാറിപ്പോകരുത്.
അറിയുന്നുണ്ടാവും എങ്കിലും പറയാണ് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമയാണ്, തൊഴിൽ ദാതാക്കളാണ്. എംപ്ലോയി എന്ന് പറഞ്ഞാല് ജീവനക്കാരാണ്. ഓക്കെ, ചിലപ്പോ പെട്ടെന്ന് മാറിപ്പോകുന്നു പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയി ഇവിടെ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്. അതായത് ജീവനക്കാരുടെ അതായത് എംപ്ലോയീസിന്റെ വേതനത്തിന് ഒരു നിശ്ചിത റേറ്റ്, ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്, ഒരു നിശ്ചിത നിരക്കില് എന്താണ് എംപ്ലോയർ റിട്രീവ് ചെയ്യുന്ന സമയത്ത്, പറഞ്ഞുതരാട്ടോ, വ്യക്തമാക്കി പറഞ്ഞുതരാം. റിട്രീവ് ചെയ്യുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ളൊരു തുക, അതായത് ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ. എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ഈ പി എഫിലോട്ട് എംപ്ലോയറും എംപ്ലോയിയും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് എംപ്ലോയിയുടെ വേതനത്തിൽ നിന്നും ഒരു നിശ്ചിത നിരക്കില് പി എഫിലോട്ട് റിട്രീവ് ചെയ്യുമ്പോൾ, പി എഫിലേക്ക് പിടിക്കുന്ന സമയത്ത് അതേ തുക തന്നെ, ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട്, അതേ തുക തന്നെ എംപ്ലോയറും എന്താണ് അവരുടെ ഷെയർ ആയിട്ട് പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഹിസ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്, ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. ഇത് ഏതിലേക്ക് ഈ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നത്, ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആ പി എഫ് പിൻവലിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഒരു തൊഴിലുടമയും തൊഴിലാളികളും ഒരുപോലെ ഒരേ തുക തന്നെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഇവിടെ സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് പി എഫ് ഒരു 12% ഒക്കെയാണ് സാധാരണ പറയുന്നത്. 12% ആണ് പറയുന്നത്. ഇപ്പൊ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ ഒരു 1000 രൂപ ദിവസ വേതനമുള്ള ഒരാളെന്ന് വിചാരിക്കാം. 1000 രൂപ 1000 രൂപയാണെങ്കിൽ ആ 1000ന്റെ 12% എന്ന് പറയുമ്പോൾ എത്ര വരും, 120 രൂപ അല്ലെ. ആ 120 രൂപ തൊഴിലാളി, അതായത് ജീവനക്കാര് അവരുടെ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ 120 രൂപ തന്നെ തൊഴിലുടമകളും തൊഴിലാളിക്ക് വേണ്ടിയിട്ട് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ പി എഫിലേക്ക് രണ്ടു കൂട്ടരും ഒരുപോലെയാണ് പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് നേരെ പോകുന്നത് ഗവൺമെന്റ് ഫണ്ടിലോട്ടാണ്. ആവശ്യമുള്ള സമയത്ത് പി എഫ് പിൻവലിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ആക്ട് എവിടെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 20. നേരത്തെ നമ്മൾ ഡിസ്പ്യൂട്ട് പറയുമ്പോൾ 50 ആണ് പറഞ്ഞത്. മിനിമം വേജസ് ആക്ടിൽ വരുന്ന ഗ്രേറ്റർ ദാൻ 20 ആണ്. അതായത് 20ഓ 20ൽ കൂടുതലോ എംപ്ലോയീസോ ഉള്ള ഏതൊരു സ്ഥാപനത്തിനും ഏത് ബാധകമാണ്, ഈ പറയുന്ന പി എഫ് ആക്ട് ബാധകമാണ്. 20ഓ 20ൽ കൂടുതൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എന്ത് കൊടുത്തിരിക്കണം, പി എഫ് കൊടുത്തിരിക്കണം. പി എഫ് ആക്ട് അവിടെ ബാധകമാണ് കേട്ടോ. പിന്നെ നോൺ കംപ്ലൈൻസ് ഈസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. ഈ ഒരു ആക്ട് പാലിക്കാതിരിക്കുകയാണെങ്കിൽ, പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഈസ് പനിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ്, ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുക. ഈ പി എഫ് ആക്ട് 1952 ആണ്. അതിനകത്ത് എംപ്ലോയറും എംപ്ലോയിയും ഈക്വൽ ആയിട്ട് തന്നെ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 20ഓ 20ൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനും ഈ പറയുന്ന പി എഫ് ആക്ട് ബാധകമാണ്. ഇത് പാലിക്കാതിരിക്കുകയാണെങ്കിൽ അത് പനിഷബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് നിർത്തുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇറ്റ് ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, അത് തന്നെയാണ്, സെയിം കൺസെപ്റ്റ് ആണ്. പിന്നെ ലോ എന്താണെന്ന് പഠിച്ചു. പിന്നെ അതിന്റെ നീഡ്സ്, ഓക്കെ, മെഡിക്കൽ ലീഗൽ കേസ് എന്താണ്, എക്സാമ്പിളുകള് 3 ആക്ടുകളാണ് പഠിച്ചത് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948, പിന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് EPF ആക്ട് 1952. ഓക്കെ, പിന്നെ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ എന്തായിരുന്നു പ്രത്യേകത? ആ ആക്ട് പ്രകാരമാണ് ഇൻഡസ്ട്രി എന്ന ടേമിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? വ്യാവസായിക സമാധാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, വ്യാവസായിക തർക്കങ്ങൾക്ക് പരിഹാരം കാണുക അല്ലെ. അതുപോലെ പി എഫിന്റെ അറിയാലോ നിങ്ങൾക്ക്, അവിടെ എത്രയാ എണ്ണം പറയണേ? 20 കേട്ടോ. 20ഓ 20ൽ കൂടുതലോ ജീവനക്കാരുടെ സ്ഥാപനത്തില് പി എഫ് ആക്ട് ബാധകമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ഞാൻ പറഞ്ഞല്ലോ, 3rd ഉം 4th ഉം മൊഡ്യൂളിലെ ചാപ്റ്ററുകളൊക്കെ ഭയങ്കര ബോറിംഗ് ആണെന്ന് മാത്രമല്ല, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ.
നസീനെ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? എന്നാണോ ക്ലാസ്സിൽ കയറിയത്? അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്താലോ? കുറച്ച് ബിസി ആയി പോയില്ല. ഓക്കെ ഓക്കെ. ചോദിച്ചിട്ട് പോയി. പറഞ്ഞു, ചോദിച്ചു. എന്താണ്? 3ഉം 4ഉം മൊഡ്യൂളിൽ വരും. 1ഉം 2ഉം 3ഉം 4ഉം. എന്താണ്? മെയിൻ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം. സെപ്പറേറ്റ് ആയിട്ട്. മെയിൻ എക്സാം കേട്ടോ. മെയിൻ എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ സെപ്പറേറ്റ് ആയിട്ടാണ്. മൊഡ്യൂൾ 1ന് സെപ്പറേറ്റ് എക്സാം, മെയിൻ മൊഡ്യൂൾ 2, 3, 4 അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു ദിവസം തന്നെ എക്സാം ഉണ്ടാവും മാം? അല്ലല്ല, ഒരു ദിവസം ഉണ്ടാവും. ഒരു ദിവസം അല്ല, എല്ലാം വ്യത്യസ്ത ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. പൊതുവെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഭയങ്കര ടഫാണ് ഇത്. ടഫ് എന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ പോലെ അല്ല, കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് പഠിക്കാനൊക്കെ പറ്റും നമുക്ക്. ഫസ്റ്റ് സെക്കൻഡും നമുക്ക് അറിയുന്ന പോലെ ഉണ്ട്. തീരെ അറിയാത്തൊരു ഭാഗം പോലെ. അപ്പൊ പരമാവധി നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കാര്യം ഈ ചാപ്റ്ററുകൾ ഒരുപാട് കയറി വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തിട്ട്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതാണ് അതിന് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ. അതാണ്, മനസ്സിലായോ? ഫുള്ള് വായിച്ചിരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും കൂടിയും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. മൺഡേ കാണാം. താങ്ക് യു. Thank you, ma'am.